ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇതുവരെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് വയ്യാഴികയും ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ അങ്ങനെ തന്നെ ഗ്യാലറിയിൽ ഇട്ടിരുന്നു കേട്ടോ. അങ്ങനത്തെ ശ്രീകൃഷ്ണ ജയന്തി അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണേ. സാധാരണ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം ചേട്ടനെയും അമ്പാടിനെയും കൊണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് പോകുന്നത് കേട്ടോ. ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ബൈക്കിലിങ്ങ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു കേട്ടോ. മേപ്പറമ്പത്ത് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ ആദ്യം കയറുന്നത്. ഇവിടെ കയറി തൊഴുതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്ത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം ചെരുപ്പൊക്കെ ഊരിയിട്ടതിന് ശേഷം അകത്തേട്ട് കയറാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് ക്യാമറയൊന്നും, അത് ഒട്ടുമിക്ക അമ്പലത്തിലും ക്യാമറയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അതിനകത്ത് കയറിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആകപ്പാടെ അമ്പലത്തിനകത്ത് കയറിയുള്ള വീഡിയോ എടുത്തത് കുഞ്ഞിക്കുട്ടൻ്റെ ചോറൂണിന് പോയപ്പോഴാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിനകത്തൊക്കെ കയറി തൊഴുതതിന് ശേഷം നേരെ വെളിയിൽ വന്നു കേട്ടോ. അപ്പോൾ വെളിയിൽ തൊഴുവാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നേരം അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. അതിന് ശേഷം എൻ്റെ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അനിയൻ ഫോൺ വാങ്ങിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ സെൽഫി സ്റ്റൈലിലൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ ഇത് സർപ്പങ്ങളുടെ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. സർപ്പങ്ങളുടെ ഇതും പിന്നെ ദേവിയുടെ ഇതും അങ്ങനെ കുറച്ച് പീഠങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തൊഴുവാണ് കേട്ടോ. അങ്ങനത്തെ അമ്പാടി അവിടെ നിന്ന് തൊഴുന്നുണ്ട്. ഞാനാണെങ്കിൽ എപ്പോൾ അമ്പലത്തിൽ വന്നാലും അമ്പാടിക്ക് ഒരു കുഞ്ഞ് മുണ്ടെടുത്തുകൊണ്ട് പോരും കേട്ടോ. എന്നിട്ട് അത് ഉടുപ്പിച്ചാണ് അമ്പലത്തിനകത്ത് കയറാറ്. അപ്പോൾ ഇത്തവണ എടുത്തില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ശ്രീകൃഷ്ണേന്തിയുടെ കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്കറിയായിരുന്നു, പക്ഷേ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. പെട്ടെന്ന് അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കുമാണ് രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോഴാണ് കേട്ടോ ഞാനാണെങ്കിൽ പറയുന്നത് അയ്യോ ഇന്ന് ശ്രീകൃഷ്ണേന്തിയാണ് എന്ന് പറയുന്നത്. പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്പാടിക്കുള്ള മുണ്ടോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് വിട്ടുപോയേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ. അതിന് ശേഷം ഞാനാണെങ്കിൽ അനിയൻ്റെ ബൈക്കിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ബൈക്കിൻ്റെ പുറത്ത് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ട്രൈപ്പോഡ് ബാഗിനകത്തുണ്ട്, ഒരു കുഞ്ഞ് ട്രൈപ്പോഡ്. പക്ഷേ അത് കുഞ്ഞിതായതുകൊണ്ട് നമുക്കങ്ങനെ അതെങ്ങും വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ യാത്രയിലായതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുത്താൽ മതിയല്ലോ. ട്രൈപ്പോഡിൻ്റെ ആവശ്യമില്ലോ എന്ന് കരുതി ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനത്തെ ചേട്ടനും അനിയനൊക്കെ വേഷം മാറണവരെ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. എനിക്ക് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിത് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽമെറ്റ് വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്ത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നു കേട്ടോ. വന്നതൊന്നും എടുത്തില്ല കേട്ടോ. വന്ന് അമ്പലത്തിൽ കയറി തൊഴുത് അതിനൊക്കെ ശേഷം വെളിയിൽ പോയിട്ട് അമ്പാടിക്ക് ഒരു കുഞ്ഞ് ബസ്സൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ക്യൂവിൽ നിന്ന സമയത്താണ് കേട്ടോ അമ്പാടി അവിടെ വണ്ടി ഉരുട്ടുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തത്. അതിനൊക്കെ ശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിനൊക്കെ ശേഷം ഞങ്ങളിനി പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അത് അമ്പാടി ബസ്സുമായിട്ട് നിൽപ്പുണ്ട്. വേറൊരു ട്രെയിനായിരുന്നു ആദ്യം എടുത്തത്, പക്ഷേ ആൾക്കത് അത്ര ബോധിച്ചില്ല. അമ്പാടിക്ക് ബസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബസ് തന്നെ വീട്ടിൽ 1-2 എങ്ങാണ്ടുണ്ട്. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. അപ്പോൾ അവൻ ആ ട്രെയിനോ വേറെ കളിപ്പാട്ടോ ഒന്നും ബോധിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ബസ് അങ്ങ് മേടിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വൈക്കത്തമ്പലത്തിൽ പോകണം. അവിടെയും ഇതേപോലെ തന്നെ നല്ല ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞി കൃഷ്ണൻ്റെയൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിനൊക്കെ ശേഷം വൈകുന്നേരം വെയിലൊക്കെ ആറിയതിന് ശേഷം വേണം ഞങ്ങൾക്കിനി പതിയെ വൈക്കത്തമ്പലത്തിലോട്ട് പോകാനായിട്ട് കേട്ടോ. അമ്പലത്തിൽ പോകുന്നില്ല, നമ്മൾ ഘോഷയാത്ര കാണാനായിട്ട് പോകുന്നതാണ് കേട്ടോ. എല്ലാ വർഷവും പോകുന്നതാണ്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. വൈക്കത്തമ്പലത്തിൽ ഇപ്പോൾ ഒരു 4:30-5 മണി ആ ഒരു സമയമാണ്. അമ്പാടി നല്ല ഉറക്കമാണ് കേട്ടോ. അമ്പാടി അമ്പലത്തിൽ നിന്ന് വന്ന് കൃഷ്ണന്തൃക്കയിൽ നിന്ന് വന്ന വഴി അവൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം എഴുന്നേറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ ഓർത്തു ഇനിയിപ്പം യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റോളും എന്നോർത്ത് ചേട്ടൻ തോളയിലെടുത്ത് കിടത്തിയിട്ട് അപ്പോൾ ചേട്ടൻ വഴിയിലോട്ട് പോയി. അപ്പോൾ കൂടെ ഞങ്ങളും പോവാണ് കേട്ടോ. ഇവിടെ വഴിയൊക്കെ ആകെ അലമ്പാണ്, മഴയൊക്കെ വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർത്ത് പിന്നെ വഴിയിൽ നിന്ന് കയറാമെന്ന്. സാധാരണ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് വണ്ടിയിൽ കയറി അങ്ങനെ അങ്ങ് പോകുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ ഇടുങ്ങിയ വഴിയൊക്കെ ആയതുകൊണ്ട് വഴി വളരെ മോശമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോയി. ഇപ്പം ഞാനും കുഞ്ഞിക്കുട്ടനും വർത്താനമൊക്കെ പറഞ്ഞ് പതിയെ അങ്ങ് നടക്കുവാണ് കേട്ടോ വഴിയിലോട്ട്. കുഞ്ഞിക്കുട്ടന് ക്യാമറ ഭയങ്കര ഇഷ്ടമാണേ.
അങ്ങനെ ദേ ഞങ്ങൾ നേരെ വൈക്കത്ത് വന്നു കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്ന് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. എവിടെയൊക്കെ തോരണമൊക്കെ തൂക്കി നല്ല ആഘോഷങ്ങളൊക്കെയാണ്. കുറച്ചങ്ങ് പോയതിന് ശേഷം അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ക്യൂ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് മേളിലേക്ക് നോക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ വണ്ടി വെക്കാൻ പോയിട്ട് ദേ നടന്ന് ദൂരേന്ന് വരുന്നുണ്ടേ. അപ്പോൾ അതാണ് ഞാൻ അത്രയും നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങ് നീങ്ങണം. അപ്പോൾ ദേ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ചിങ്ങ് നീങ്ങി നിന്നിട്ട് ഇവിടെയാണ് കേട്ടോ കൃഷ്ണനെയൊക്കെ ഒരുക്കി ഇവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തി ഡാൻസും കാര്യങ്ങളൊക്കെ ചെണ്ടോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ അധികം അങ്ങനെ ഘോഷയാത്ര നീങ്ങി അമ്പലത്തിലായിട്ട് പോകണം കേട്ടോ. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ കൊല്ലത്തെ അത്രയും ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല ഇത്തവണ ഇല്ലായിരുന്നേ, എന്താണെന്നറിയത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഡേ ഇൻ മൈ ലൈഫിൽ ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലീനെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞ് പരാതി വന്നായിരുന്നു. വേറെ ആരുമല്ല, എൻ്റെ മിക്ക വീഡിയോസിലും പളനിക്ക് പോയ വീഡിയോസിലും എൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നതാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മോൻ. എൻ്റെ ബ്രദറാണ്, അവനും അവൻ്റെ വൈഫും ശ്രീകുട്ടിയും ജസ്റ്റിനും അവർ രണ്ടുപേരും എൻ്റെ ഞങ്ങളുടെ മിക്ക വീഡിയോസിലും ഉള്ളതാണ് കേട്ടോ. അപ്പം അവരെ മൊത്തത്തിൽ അടച്ച് ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. കാരണം എൻ്റെ ഫാമിലിയിൽ നിന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പെടുമല്ലോ, എല്ലാവരും പെടും. പക്ഷേ എങ്കിൽ അതിൽ ചില ആളുകൾ 1-2 പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെ എൻ്റെ ആവശ്യങ്ങൾക്ക് വരുന്ന കുറച്ച് പേരുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഏത് രാത്രിക്ക് വിളിച്ചാലും ശ്രീകുട്ടിയും ജസ്റ്റിനും എൻ്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും വരാറുണ്ട്. അപ്പോൾ ഫാമിലിയുടെ മൊത്തത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ കൂടെ പറയുമ്പം നമ്മുടെ കുടുംബത്തിലുള്ള അവരും കൂടെ ഉൾപ്പെടും എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വന്നതുകൊണ്ടാണ് അവർക്കത് കുറ്റമായിട്ട് തോന്നിയത്. ഒരിക്കലും അവരെ രണ്ടുപേരും ഞാൻ കുറ്റപ്പെടുത്തി ഒരു വീഡിയോയും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല. കാരണം ഏത് രാത്രിക്കാണല്ലോ അവർക്ക് ജോലിയും കാര്യങ്ങളും ഉള്ളതാണ്. ഏത് രാത്രിക്കാണല്ലോ അവർ ജോലിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം നമ്മുടെ കാര്യങ്ങളൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തി പറയാറില്ല കേട്ടോ. ഞാൻ പറയത്തുമില്ല. കാരണം ഇനിയാണെങ്കിലും ഏതൊരു കാര്യത്തിനാണെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വരുമെന്ന്, എൻ്റെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും വരുമെന്ന് ഉറപ്പുള്ളത് അവർ രണ്ടുപേരുമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഞങ്ങളുടെ വൈക്കത്തെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 6:30-7 മണി ആ ഒരു സമയമൊക്കെ ആയി കേട്ടോ. അതിനൊക്കെ ശേഷം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയില്ല കേട്ടോ. ഈ ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. കാരണം ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു, വെള്ളമൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ബീച്ചിൽ പോയിട്ട് ഓരോ ചായയും ബജ്ജിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ബീച്ചിൽ കൂടെ ഒക്കെ കറങ്ങി നടന്ന് അമ്പാടിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.